നമസ്കാരം സുഹൃത്തുക്കളെ, എന്റെ പേര് അശ്വതി. വെൽക്കം ടു ഹർഷിതം എഡ്യൂടെക്. കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് പോയാലോ? അപ്പൊ കറണ്ട് അഫയേഴ്സ് ക്ലാസ് കണ്ട് പഠിച്ചിട്ട് ഇതിന്റെ പരീക്ഷ നമ്മുടെ ടെലഗ്രാം ചാനലിൽ ഉണ്ടായിരിക്കും. ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഫസ്റ്റ് കമന്റിൽ ഉണ്ടായിരിക്കുവേ. ഹർഷിതം എഡ്യൂടെക് എന്ന് ടെലഗ്രാമിൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ നമ്മുടെ ചാനൽ കിട്ടും. ഫ്രീ ആയിട്ട് തന്നെ ജോയിൻ ചെയ്യാം. അപ്പോൾ ക്ലാസ് കണ്ട് പഠിച്ചിട്ട് എക്സാമും കൂടി അറ്റൻഡ് ചെയ്തിട്ട് പോണേ. ഓക്കെ. പിന്നെ നമ്മുടെ ഹർഷിതം എഡ്യൂടെക് ആപ്പിൽ ഇനി വരുന്ന പരീക്ഷകൾക്ക് കോഴ്സുകളൊക്കെ നടന്നു വരികയാണ്. ലാബ് അസിസ്റ്റന്റ് മെയിൻസ്, ഫയർമാൻ, അസിസ്റ്റന്റ് സെയിൽസ്മാൻ മുതലായ അടുത്തടുത്ത് നടക്കാൻ പോകുന്ന പരീക്ഷയ്ക്ക് ബാച്ച് കോഴ്സുകൾ അവൈലബിൾ ആണ്. എത്രയും വേഗം തന്നെ ജോയിൻ ചെയ്തോളൂ. സെക്രട്ടേറിയറ്റ്, OA മെയിൻസിന്റെ ഒക്കെ റിലേറ്റഡ് ഫാക്ട്സ് നിങ്ങൾക്ക് എല്ലാ കോഴ്സുകളിലും അവൈലബിൾ ആയിരിക്കും കേട്ടോ. സെക്രട്ടേറിയറ്റ് OA മാത്രമല്ല, വേറെ കുറെ പരീക്ഷകളുടെ PSC പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വിത്ത് റിലേറ്റഡ് ഫാക്ട്സ് എല്ലാ കോഴ്സുകളിലും ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പൊ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള കോഴ്സുകൾ ലാബ് അസിസ്റ്റന്റ് മെയിൻസ് ഉണ്ട്, അസിസ്റ്റന്റ് സെയിൽസ്മാൻ ഉണ്ട്, ഫയർമാൻ ഉണ്ട്, 10th പ്രിലിംസ് 2025 ബാച്ച് കോഴ്സ് ഉണ്ട്, ജനറൽ PSC പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ബാച്ച് കോഴ്സ് ഉണ്ട്. ഇനി വിളിക്കാനിരിക്കുന്ന കമ്പനി LGS, വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ്, ബെഫ്കോ LD മുതലായ പരീക്ഷകൾക്ക് വേണ്ടിയിട്ട് ബാച്ച് കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനിയും ബാച്ച് കോഴ്സുകൾ തുടങ്ങാനിരിക്കുന്നു. അപ്പോൾ എത്രയും വേഗം തന്നെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തോളൂ. ഹർഷിതം എഡ്യൂടെക് ആപ്പിൽ ഹോം പേജിൽ സ്റ്റോർ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അവൈലബിൾ കോഴ്സ് ഡീറ്റെയിൽസ് കിട്ടും. വളരെ തുച്ഛമായിട്ടുള്ള ഫീസ് ആണ് എല്ലാം. അപ്പോൾ ഈ ഒരു പേയ്മെന്റ് ചെയ്യുക, അപ്പൊ തന്നെ കോഴ്സ് അൺലോക്ക് ആവും. പിന്നെ ക്ലാസ് കണ്ടിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ഡയറക്ട്ലി ആപ്പിൽ തന്നെ ചോദിക്കുകയും ചെയ്യാം. ഫുൾ സിലബസ് കവറേജ് ആണ്. പുതിയ SCRT, പഴയ SCRT, PSC പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വിത്ത് റിലേറ്റഡ് ഫാക്ട്സ്, ഷോർട്ട് കറണ്ട് അഫയേഴ്സ്, മന്ത്ലി കറണ്ട് അഫയേഴ്സ്, ഹർഷിതം സ്പെഷ്യൽ ഷോർട്ട് GK ഒക്കെ അവൈലബിൾ ആയിരിക്കും കേട്ടോ. അപ്പോ ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം. ആദ്യത്തെ പോയിന്റ്, സംസ്ഥാനത്തെ ആദ്യ അതിദാരിദ്ര്യമുക്ത ജില്ല ഏത്? കഴിഞ്ഞ ക്ലാസ്സില് അതിദാരിദ്ര്യമുക്ത മണ്ഡലം ഏതാണെന്ന് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നല്ലോ. ഏതാ അത്? ധർമ്മടമാണ്. ധർമ്മടം. അപ്പൊ ഇന്ന് ഓർക്കുക, ജില്ല, സംസ്ഥാനത്തെ ആദ്യ അതിദാരിദ്ര്യമുക്ത ജില്ല ഏതാണെന്ന് ചോദിച്ചാൽ കണ്ണൂർ ജില്ലയാണേ. കണ്ണൂർ ജില്ല ചോദിക്കാൻ ചാൻസ് ഉള്ള ചോദ്യമാണ്. അടുത്തത് G7 ഉച്ചകോടിയെ കുറിച്ചാണ്. 2025 G7 ഉച്ചകോടി നടക്കാനിരിക്കുന്നത് എവിടെ? കാനഡയിലാണെന്ന് ഓർക്കുക. കാനഡ. സ്പെസിഫിക് ആയിട്ടുള്ള പ്ലേസ് പറഞ്ഞാൽ അൽബർട്ട. അൽബർട്ട, കാനഡ. 2025 G7 ഉച്ചകോടിയുടെ വേദി. 2024 G7 ഉച്ചകോടി ഇറ്റലിയിലാണ് നടന്നത്. 2023 ഉച്ചകോടി ഹിരോഷിമ, ജപ്പാനിലാണ് നടന്നത്. അപ്പൊ രാജ്യം ഓർത്തിരിക്കുക. അൽബർട്ട കാനഡയാണ്. കാനഡ 2025 G7 ഉച്ചകോടിയുടെ വേദി. 2024 ഇറ്റലി, 2023 ജപ്പാൻ. ഈ വർഷം നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആക്രമണം, പാകിസ്ഥാന്റെ ആക്രമണമായിരുന്നു പഹൽഗാം ആക്രമണം. പഹൽഗാം ആക്രമണത്തെ തുടർന്ന് ഇന്ത്യ നൽകിയ മറുപടിയാണ് ഓപ്പറേഷൻ സിന്ദൂർ. ഓപ്പറേഷൻ സിന്ദൂർ സ്മാരകം നിലവിൽ വരാൻ പോകുന്നത് എവിടെയാണ്? ഓപ്പറേഷൻ സിന്ദൂർ സ്മാരകം നിലവിൽ വരാൻ പോകുന്നത് ഗുജറാത്തിലെ കച്ചിലാണ്. ഗുജറാത്തിലെ കച്ച് ഓർത്തിരിക്കുക, വളരെ ഇമ്പോർട്ടന്റ് ആണ് ഓപ്പറേഷൻ സിന്ദൂർ. സംസ്ഥാനത്തെ എല്ലാ ആദിവാസി മേഖലകളെയും മുഴുവനായി ഡിജിറ്റലൈസ് ചെയ്യാനുള്ള പദ്ധതി കേരള സംസ്ഥാനത്തിന്റെ പദ്ധതിയാണ്. സംസ്ഥാനത്തെ മുഴുവൻ ആദിവാസി മേഖലകളെയും ഡിജിറ്റലൈസ് ചെയ്യാനുള്ള പദ്ധതിയാണ് കണക്റ്റിംഗ് ദ അൺകണക്റ്റഡ്. കണക്റ്റിംഗ് ദ അൺകണക്റ്റഡ് എന്നത് ആദിവാസി മേഖലകളെ മുഴുവനായും ഡിജിറ്റലൈസ് ചെയ്യാനുള്ള പദ്ധതിയാണെന്ന് ഓർക്കുക. MT വാസുദേവൻ നായരുടെ നിര്യാണത്തെ തുടർന്ന് തുഞ്ചൻ സ്മാരക ട്രസ്റ്റിന്റെ ചെയർമാനായി നിയമിതനായത് ആര്? വൈശാഖനാണ്. വൈശാഖൻ. ഇദ്ദേഹത്തിന്റെ യഥാർത്ഥ പേരെന്താ? MK ഗോപിനാഥൻ നായർ. അപ്പോ ഇങ്ങനെ വെച്ചിട്ട് വൈശാഖൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് ആരാണ് എന്ന് ചോദിക്കാം. അല്ലെങ്കിൽ ഈ ചോദ്യം തന്നെ ഡയറക്റ്റ് ആയിട്ട് ചോദിക്കാം. അപ്പൊ MK ഗോപിനാഥൻ നായരാണ് വൈശാഖൻ. MT വാസുദേവൻ നായരുടെ നിര്യാണത്തെ തുടർന്ന് തുഞ്ചൻ സ്മാരക ട്രസ്റ്റിന്റെ ചെയർമാനായി നിയമിതനായത് ആരാണ്? വൈശാഖൻ. അപ്പൊ MT യെ പറ്റി എല്ലാ ക്ലാസ്സുകളിലും ഞാൻ കുറച്ച് പോയിന്റ്സ് ആയിട്ട് പറയുന്നുണ്ട്. കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം അദ്ദേഹത്തെ പറ്റി ഇനി പരീക്ഷകളിൽ എല്ലാം ചോദിക്കാം. അപ്പോ ഒരു
ഫുള്ളായിട്ട് നിങ്ങൾ ഇങ്ങനെ എസ് ആയിട്ട് പഠിക്കുന്നേക്കാളും കുറച്ച് കുറച്ച് ഓരോ ക്ലാസ്സുകളിൽ പഠിച്ചു കഴിഞ്ഞാൽ അത് ഓർമ്മ നിൽക്കാൻ എളുപ്പമായിരിക്കും. അപ്പൊ ഇന്നത്തെ പോയിന്റ്സ്, കേരളീയ പശ്ചാത്തലം അല്ലാത്ത MT വാസുദേവൻ നായരുടെ നോവൽ ഏതാണ്? മഞ്ഞ് എന്ന നോവലാണ്. മഞ്ഞ് എന്ന നോവലിലെ ക്യാരക്ടേഴ്സ് വിമല ടീച്ചറിനെ ഓർക്കുക. വിമല ടീച്ചർ, സർദാർജി ഒക്കെ മഞ്ഞിലെ ക്യാരക്ടേഴ്സ് ആണ്. അപ്പൊ കേരളീയ പശ്ചാത്തലം ഇല്ലാത്ത അല്ലെങ്കിൽ കേരള പശ്ചാത്തലമായി വരാത്ത MT വാസുദേവൻ നായരുടെ നോവൽ ഏത്? മഞ്ഞ് എന്ന നോവലാണ്. ഇനി MT രചിച്ച ബോധധാര നോവൽ ഏതാണെന്ന് ചോദിച്ചാലും അത് മഞ്ഞാണ്. MT രചിച്ച ബോധധാര നോവൽ ഏതാണെന്ന് ചോദിച്ചാൽ അത് മഞ്ഞാണ്. മലയാളത്തിലെ ആദ്യത്തെ ബോധധാര നോവൽ ഏതാണ്? സ്വർഗദൂതനാണ്. സ്വർഗദൂതൻ. MT വാസുദേവൻ നായർ ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കുന്ന 33ാമത്തെ വ്യക്തിയാണ്. ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കുന്ന 33ാമത്തെ വ്യക്തിയാണ് ആര്? MT വാസുദേവൻ നായർ. ഇദ്ദേഹത്തിന് 31ാമത്തെ ജ്ഞാനപീഠ പുരസ്കാരമാണ് ലഭിച്ചത്. അപ്പൊ MT വാസുദേവൻ നായർക്ക് എത്രാമത്തെ ജ്ഞാനപീഠ പുരസ്കാരമാണ് ലഭിച്ചത്? 31ാമത്തെ ജ്ഞാനപീഠ പുരസ്കാരമാണ് ലഭിച്ചത്. ഇനി എത്രാമത്തെ വ്യക്തിയാണ്? 33ാമത്തെ വ്യക്തിയാണ്. 33ാമത്തെ വ്യക്തി. പള്ളിവാളും കാൽച്ചിലമ്പും എന്ന കഥയെ ആധാരമാക്കി നിർമ്മിച്ച സിനിമ ഏത്? പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. നിർമാല്യം എന്ന സിനിമയാണ് പള്ളിവാളും കാൽച്ചിലമ്പും എന്ന കൃതിയെ അല്ലെങ്കിൽ കഥയെ ആസ്പദമാക്കി എടുത്ത ചലച്ചിത്രം. മിക്കവരും കണ്ടിട്ടുള്ള ചലച്ചിത്രമായിരിക്കും എന്ന് സ്വന്തം ജാനകി. ഈ എന്ന് സ്വന്തം ജാനകിക്കുട്ടി എന്ന സിനിമയ്ക്ക് ആധാരമായ കഥ ഏതാണ്? ചെറിയ ചെറിയ ഭൂകമ്പങ്ങൾ എന്ന കഥയാണ്. MT വാസുദേവൻ നായരുടെ ചെറിയ ചെറിയ ഭൂകമ്പങ്ങൾ എന്ന കഥ. ഓക്കെ, അപ്പൊ പറഞ്ഞ ഇത്രയും പോയിന്റ്സും കൂടി MT വാസുദേവൻ നായരുമായിട്ട് ബന്ധപ്പെട്ട് ഓർക്കുക. അതിൽ ഈ പള്ളിവാളും കാൽച്ചിലമ്പും ഒന്ന് പ്രത്യേകിച്ച് നോട്ട് ചെയ്ത് വെച്ചോക്കണേ. നിർമാല്യം എന്ന സിനിമയ്ക്ക് ആസ്പദമായ, ഈ ചലച്ചിത്രം നിർമ്മിക്കാൻ ആസ്പദമായ കഥ ഏതാണ്? പള്ളിവാളും കാൽച്ചിലമ്പും. അടുത്തത് 2025 IPL ടൂർണമെന്റിന്റെ ഫാക്ട് ആണ്. ഫൈനലിലെ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ തന്നിരിക്കുന്നത്. 2025 IPL ഫൈനൽ നടന്ന സ്റ്റേഡിയം ഏതാണെന്ന് ഓർക്കുക. അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയം. 2025 IPL കിരീട ജേതാക്കൾ RCB ആണ്. റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു. ഫൈനലിൽ ആരെയാണ് പരാജയപ്പെടുത്തിയത്? പഞ്ചാബ് കിങ്സിനെയാണ് പരാജയപ്പെടുത്തിയത്. ഇനി ഓറഞ്ച് ക്യാപ്പ് ലഭിച്ചത് ആർക്ക്? 2025 IPL ഈ സീസണിലെ ഓറഞ്ച് ക്യാപ്പ് നൽകുന്നത് ഏറ്റവും കൂടുതൽ റൺസ് എടുത്ത ആർക്കാണ് ലഭിച്ചത്? സായി സുദർശനാണ് ലഭിച്ചത്. സായി സുദർശൻ ഏത് ടീമായിരുന്നു? GT ആണ്, ഗുജറാത്ത് ടൈറ്റൻസ്. പർപ്പിൾ ക്യാപ്പ് ഏറ്റവും കൂടുതൽ വിക്കറ്റ് എടുക്കുന്ന ആളിനാണ് എന്ത്? പർപ്പിൾ ക്യാപ്പ് ഏറ്റവും കൂടുതൽ വിക്കറ്റ് എടുത്ത താരത്തിനാണ് പർപ്പിൾ ക്യാപ്പ് നൽകുന്നത്. പ്രസിദ്ധ് കൃഷ്ണയ്ക്കാണ് ലഭിച്ചത്. അദ്ദേഹവും GT ആണ്, അതായത് ഗുജറാത്ത് ടൈറ്റൻസിലെ താരമാണ്. ഇനി ടൂർണമെന്റിലെ മികച്ച താരമായിട്ട് തിരഞ്ഞെടുത്തത് ആരെയാണ്? ടൂർണമെന്റിലെ മികച്ച താരം സൂര്യകുമാർ യാദവ് ആണ്, മുംബൈ ഇന്ത്യൻസ്. സൂര്യകുമാർ യാദവ് ആണ് ടൂർണമെന്റിലെ മികച്ച താരം. ഓർക്കുക, ടൂർണമെന്റിലെ മികച്ച താരം സൂര്യകുമാർ യാദവ്. എമർജിംഗ് പ്ലെയർ ഓഫ് ദ സീസൺ ആയിട്ട് തിരഞ്ഞെടുത്തത് ആരാണ്? എമർജിംഗ് പ്ലെയർ ഓഫ് ദ സീസൺ സായി സുദർശനാണ് എമർജിംഗ് പ്ലെയർ ഓഫ് ദ സീസൺ. അതുപോലെ ഓറഞ്ച് ക്യാപ്പ് എന്നിവ ലഭിച്ചത്. പർപ്പിൾ ക്യാപ്പ് ലഭിച്ചത് പ്രസിദ്ധ കൃഷ്ണയ്ക്കും. ടൂർണമെന്റിലെ മികച്ച താരം ആരാണ്? സൂര്യകുമാർ യാദവ് ആണെന്ന് ഓർക്കുക. സൂര്യകുമാർ യാദവ്. 2024 ഇന്ദിരാഗാന്ധി സമാധാന സമ്മാനം ലഭിച്ചത് ആർക്ക്? മിഷേൽ ബാഷ്ലേക്ക് ആണ്. മിഷേൽ ബാഷ്ലേക്ക് ആണ് 2024 ഇന്ദിരാഗാന്ധി സമാധാന പുരസ്കാരം ലഭിച്ചത്. റംസാർ സൈറ്റുകൾ ഇന്ത്യയിൽ 89 റംസാർ സൈറ്റുകളായിരുന്നു. ഈ ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് 2025 ജൂൺ 5 ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് 2 റംസാർ സൈറ്റുകളും കൂടി ഇന്ത്യയിൽ പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. 2 തണ്ണീർത്തടങ്ങളും കൂടി റംസാർ പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഇപ്പൊ ടോട്ടൽ 91 റംസാർ സൈറ്റുകളാണ് ഇന്ത്യയിലുള്ളത്. അപ്പൊ പുതിയതായി ഉൾപ്പെടുത്തിയ 2 തണ്ണീർത്തടങ്ങൾ ഏതൊക്കെ? രാജസ്ഥാനിലെ ഖിച്ചൻ
തണ്ണീർത്തടവും ഉദയ്പൂരിലെ മെനാർ തണ്ണീർത്തടവുമാണ് ഉൾപ്പെടുത്തിയത്. രാജസ്ഥാനിലെ ഫെലോഡിയിലെ ഖിച്ചൻ തണ്ണീർത്തടവും ഉദയ്പൂരിലെ മെനാർ തണ്ണീർത്തടവുമാണ് റംസാർ പട്ടികയിൽ പുതിയതായിട്ട് ഉൾപ്പെടുത്തിയത്. അപ്പൊ ഇന്ത്യയിൽ നിലവിൽ 91 റംസാർ സൈറ്റുകളാണ് ഉള്ളത് എന്ന് ഓർക്കുക. കേരളത്തിൽ നിന്നും SAV ഓർത്താൽ മതി. കേരളത്തിൽ നിന്ന് 3 എണ്ണമാണ്: ശാസ്താംകോട്ട, അഷ്ടമുടി, വേമ്പനാട്. ഓക്കെ, വളരെ ഇമ്പോർട്ടന്റ് ആണ്. കേരളത്തെ കുറിച്ചുള്ള ഫാക്റ്റ് ആണ്. ദേശീയ വകുപ്പ് തല ഉച്ചകോടിയിൽ നോഡൽ സംസ്ഥാനമായി തെരഞ്ഞെടുത്തത് കേരളത്തെയാണ്. അപ്പോ നീതി ആയോഗിന്റെ സഹകരണത്തോടെ ഡൽഹിയിൽ നടത്തുന്ന ദേശീയ വകുപ്പ് തല ഉച്ചകോടിയിൽ നോഡൽ സംസ്ഥാനമായിട്ട് തെരഞ്ഞെടുത്തത് ഏത് സംസ്ഥാനത്തെയാണ്? പ്രതീക്ഷിത ചോദ്യം. കേരളത്തെയാണ് നോഡൽ സംസ്ഥാനമായിട്ട് തെരഞ്ഞെടുത്തത്. അപ്പൊ നീതി ആയോഗിന്റെ സഹകരണത്തോടെ കേന്ദ്ര സർക്കാർ നടത്തുന്ന ദേശീയ വകുപ്പ് തല ഉച്ചകോടിയിൽ നോഡൽ സംസ്ഥാനമായിട്ട് തെരഞ്ഞെടുത്തത് ഏത് സംസ്ഥാനത്തെയാണ്? കേരളത്തെയാണ്. നിലമ്പൂർ മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നു. നിലമ്പൂർ മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന ഡേറ്റ് 2025 ജൂൺ മാസം 19. 2025 ജൂൺ മാസം 19 കേരളത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന നിയമസഭാ മണ്ഡലം ഏത് എന്ന് ചോദിച്ചാൽ നിലമ്പൂർ മണ്ഡലമാണ്. നിലമ്പൂർ മണ്ഡലം. ഓക്കെ, അപ്പൊ പറഞ്ഞ ഇത്രയും ഫാക്ട്സ് ഒന്നുകൂടെ നോക്കാം. ആദ്യ അതിദാരിദ്ര്യമുക്ത ജില്ല കണ്ണൂരാണ്. 2025 G7 ഉച്ചകോടി ആൽബർട്ട ഏത് രാജ്യം? കാനഡ. 2024 ഇറ്റലി. 2023 വേദി ജപ്പാൻ. ജപ്പാനിലെ ഹിരോഷിമയായിരുന്നു. സിന്ദൂർ സ്മാരകം വരാനിരിക്കുന്നത് ഗുജറാത്തിലെ കച്ച്. ആദിവാസി മേഖലകൾ മുഴുവനായും ഡിജിറ്റലൈസ് ചെയ്യാനുള്ള പദ്ധതിയുടെ പേരെന്താണ്? കണക്ടിംഗ് ദ അൺകണക്റ്റഡ്. MT വാസുദേവൻ നായർ തുഞ്ചൻ സ്മാരക ട്രസ്റ്റിന്റെ ചെയർമാനായിരുന്നു. അദ്ദേഹത്തിന്റെ നിര്യാണത്തെ തുടർന്ന് വൈശാഖനാണ് ചെയർമാനായിട്ട് നിയമിതനായത്. വൈശാഖന്റെ യഥാർത്ഥ പേര് MK ഗോപിനാഥൻ നായർ. കേരളം പശ്ചാത്തലമല്ലാത്ത MTയുടെ നോവലാണ് മഞ്ഞ്. ഇദ്ദേഹത്തിന്റെ ബോധധാര നോവലാണ് മഞ്ഞ്. ജ്ഞാനപീഠ പുരസ്കാരം 31ാമത്തെ ജ്ഞാനപീഠ പുരസ്കാരമാണ് ഇദ്ദേഹത്തിന് ലഭിച്ചത്. ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കുന്ന 33ാമത്തെ വ്യക്തിയുമാണ് MT. പള്ളിവാളും കാൽച്ചിലമ്പും എന്ന കഥയെ ആസ്പദമാക്കിയാണ് നിർമാല്യം എന്ന ചിത്രം. ചെറിയ ചെറിയ ഭൂകമ്പങ്ങൾ എന്ന കഥയെ ആസ്പദമാക്കിയാണ് എന്ന് സ്വന്തം ജാനകിക്കുട്ടി ഓർത്തിരിക്കുക. 2025 IPL കിരീട ജേതാക്കൾ RCB. ഫൈനലിൽ പഞ്ചാബ് കിങ്സിനെ പരാജയപ്പെടുത്തി. ഓറഞ്ച് ക്യാപ്പ് സായി സുദർശൻ, പർപ്പിൾ ക്യാപ്പ് പ്രസിദ്ധ് കൃഷ്ണ. ടൂർണമെന്റിലെ താരം സൂര്യകുമാർ യാദവ്, എമർജിംഗ് പ്ലെയർ സായി സുദർശൻ. 2024 ഇന്ദിരാഗാന്ധി പീസ് പ്രൈസ് മിഷേൽ ബാഷ്ലേക്കാണ് ലഭിച്ചത്. 2 റംസാർ സൈറ്റുകളും കൂടി അല്ലെങ്കിൽ 2 തണ്ണീർത്തടങ്ങളും കൂടി റംസാർ പട്ടികയിൽ ഇന്ത്യയിൽ നിന്ന് ഉൾപ്പെടുത്തി. അപ്പൊ ആകെ 91 റംസാർ സൈറ്റുകളാണ് ഇന്ത്യയിലുള്ളത്. പുതിയതായിട്ട് ഉൾപ്പെടുത്തിയത് രാജസ്ഥാനിലെ ഖിച്ചനും ഉദയ്പൂരിലെ മെനാർ തണ്ണീർത്തടവുമാണ്. നീതി ആയോഗിന്റെ സഹകരണത്തോടെ നടക്കുന്ന ദേശീയ വകുപ്പ് തല ഉച്ചകോടിയിൽ നോഡൽ സംസ്ഥാനം കേരളം. 2025 ജൂൺ 19 ബൈ ഇലക്ഷൻ നിലമ്പൂരിൽ നടക്കാനിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും ഫാക്ട്സ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്തത്. മനസ്സിലായി എന്ന് കരുതുന്നു. പിന്നെ പരീക്ഷ നമ്മുടെ ടെലഗ്രാം ചാനലിൽ ഉണ്ടായിരിക്കും. ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സും അതുപോലെ ഫസ്റ്റ് കമന്റിലും ഉണ്ടായിരിക്കും. ഹർഷിതം എഡ്യൂടെക് എന്ന് ടെലഗ്രാമിൽ സെർച്ച് ചെയ്താലും കിട്ടും കേട്ടോ. പിന്നെ നമ്മുടെ ആപ്പിൽ ഹർഷിതം എഡ്യൂടെക് ആപ്പിൽ കോഴ്സുകളെല്ലാം നടന്നു വരികയാണ്. എത്രയും വേഗം തന്നെ ജോയിൻ ചെയ്തോളൂ. നന്നായിട്ട് പഠിച്ചിട്ട് പോകാം. ഓക്കെ, അപ്പോൾ ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഫസ്റ്റ് കമന്റിലും കൊടുത്തേക്കാം. പ്ലേ സ്റ്റോറിൽ ഹർഷിതം എഡ്യൂടെക് എന്ന് സെർച്ച് ചെയ്താൽ നമ്മുടെ ആപ്പ് കിട്ടുന്നതായിരിക്കും. പിന്നെ ആപ്പ് കമ്പ്യൂട്ടറിലും യൂസ് ചെയ്യാം, ഫോണിലും യൂസ് ചെയ്യാം കേട്ടോ. അപ്പൊ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.